ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുക്കളയിലെ കുറച്ച് പാചകവിശേഷങ്ങളുണ്ട്. വീടിനകത്തെ മറ്റു പല വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കിട്ട് കാണുക. ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീഡിയോ പിടിക്കാൻ ഒരുങ്ങിയതല്ല. പിന്നെ തോന്നി വീഡിയോ ഇടാതിരുന്നാൽ പറ്റില്ലല്ലോ, ഡെയിലി ഇടുന്നതല്ലേ. അപ്പോൾ തോന്നി എന്നാൽ അടുക്കളപ്പണി ശീഘ്രം എടുക്കുന്ന അടുക്കളപ്പണിയാണത്, അപ്പം അങ്ങ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ രാവിലെ കുക്കറിലാണ് അരി വെച്ചത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയായിട്ട് എടുക്കാം എന്ന് കരുതി വെച്ചതാണ് കേട്ടോ, കഞ്ഞിയും ചോറിനും കൂടി. അപ്പോൾ അത് റെഡിയായി. പിന്നെ പുട്ട്, രാവിലേക്ക് പുട്ടായിരുന്നു. പുട്ട് കഴിച്ചു. അതിനുശേഷം ഞാൻ ഇച്ചിരി തുണിയൊക്കെ വെട്ടാനുണ്ടായിരുന്നേ. അപ്പോൾ അത് വെട്ടാൻ പോയി. കുറച്ച് ഭാഗം തയ്ച്ചു വെച്ചു, എല്ലാം തയ്ച്ചിട്ടില്ല. അങ്ങനെ ശീഘ്രം തയ്ക്കാൻ പറ്റിയ ഒരു കഴിവൊന്നും എനിക്കില്ല. ഞാൻ വെറുതെ നോക്കിയൊക്കെ പഠിച്ചെടുത്ത കാര്യങ്ങളായതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ നമ്മുടെ തുണിയൊക്കെ പോവുകയും ചെയ്യും, തയ്ച്ചതിട്ട് മെനയാവേയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഇത്തിരി ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി അടുക്കളയിൽ ഇങ്ങനെ കയറാതിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വന്ന് ഇത് എടുക്കുന്നതാണ്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. കുമ്പളങ്ങ മോരൊഴിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ പാൽപ്പാട ചേർന്നത്, പുളിപ്പിച്ചത്, മിക്സിയിൽ കറക്കിയെടുത്ത് വെണ്ണയൊക്കെ എടുത്ത് വെച്ചേക്കണതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ മോര് അങ്ങനെ കിട്ടിയില്ല. കുമ്പളങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി തേങ്ങ അരച്ച് വെക്കാമെന്ന് എഴുതി വന്നപ്പോണ്ടേ ഒരു തേങ്ങ ഉടച്ചത് കുടുകുടാ ആയി, മേത്ത് തെറിച്ചില്ല. അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി, കുറുകുറുന്ന് കൊടുയില്ലാത്ത തേങ്ങ. അപ്പം ഇനിയും തേങ്ങ ഇവിടെ തീർന്നിരിക്കാൻ വളപ്പിലേക്ക് അങ്കിൾ പോയിട്ടുണ്ട്. വന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യം നടത്താനായിട്ട്. അപ്പോൾ ഈ വെണ്ണ അങ്ങോട്ട് ഉരുക്കിയെടുക്കാം. പ്രായമായില്ലേ, ഔഷധിയായി, നെടുവീർപ്പൊക്കെ പോയി തുടങ്ങി. എന്താണോ എന്തോ ഒരു സുഖം തോന്നണില്ല. അത് അവിടെ ഉരുകട്ടെ, പതുക്കെ സിമ്മിലിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ വേറെ പണി എനിക്ക് ഇത്തിരി ഉണ്ട്. വേറെ പണി എന്ന് പറഞ്ഞത് ഇതാണ്. കപ്പ നന്നാക്കി എടുക്കട്ടെ. നന്നാക്കിയ കപ്പ ഞാൻ അടപ്പത്തേക്ക് ഇട്ടു. വെള്ളം ഞാൻ മുമ്പ് അടപ്പത്ത് വെച്ചായിരുന്നു, അത് തിളച്ചിരുന്നു. ഇനി ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി കൂടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നെയ്യ് കണ്ടോ, നെയ്യ് ഇത്രയും പരുവായി. ഇനി ചോറ് വാർക്കാറായിട്ടുണ്ട്. എനിക്ക് ഇനി ചോറ് വാർക്കണം. ഇതിൻ്റെ പൊട്ടലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഊറ്റി മാറ്റാം. കപ്പ വേവായി. ഇനി അത് ഊറ്റിയെടുത്തിട്ട് ഒലത്തിയെടുക്കണം. കടുകിടുന്നു. കപ്പ ഉലത്താനായിട്ട് കടുകിട്ടു. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഉള്ളി ഇടാൻ പോകണം. ഇതെന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ ചിലർക്കെങ്കിലും ഒക്കെ തോന്നലുണ്ടാവുള്ളൂ. ഒരുപാട് ചെറിയ പിള്ളേർ അറിയില്ലാത്തതുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ. പൊട്ടിക്കഴിഞ്ഞു. വെളിച്ചെണ്ണ മൂത്തിട്ടേ കടുകിടാൻ പാടുള്ളൂ കേട്ടോ മക്കളെ, അല്ലെങ്കിൽ കടുക് പൊട്ടൂല. അപ്പം ഞാനിനി ഉള്ളി ഇട്ടു. ഇനി മുളക് പൊടി ഇടാൻ കേട്ടോ. കറിവേപ്പില ഇട്ടു, മുളക് പൊടി ഇട്ടു. ഇത് കരിയാതെ നമ്മൾ ഇളക്കിയിട്ട് കപ്പയിട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. എങ്ങനെയാണ് കപ്പ ഉലത്തുന്നത് എന്നോട് ചോദിച്ചു കേട്ടോ. ഒരു കുട്ടി ചോദിച്ചു കപ്പ ഉലത്തുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ എത്രയോ കുട്ടികളുണ്ടാകാം. കപ്പയിട്ട് കൊടുത്ത് ഇളക്കാം.
അപ്പോൾ നമ്മുടെ കപ്പ ഉലത്തി കഴിഞ്ഞു. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി അരച്ചൊക്കെ എടുത്തു. അതിൽ വെളുത്തുള്ളി ഇച്ചിരി ജീരകവും ഒക്കെ ചേർത്തിട്ടാണ് അരച്ചത്. ഇതിപ്പോൾ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തേങ്ങ അരപ്പ് ഞാൻ ചേർക്കാൻ പാണ്. ഞാൻ നെയ്യ് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനത് ഇതതിൻ്റെ കീടനാണ് കേട്ടോ. ഇതിനി ഊറ്റിയെടുക്കാനുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പുളിശ്ശേരിക്ക് വറുത്തിടാലോ, അതിന് നല്ലതാണ് വറുത്തിടുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച നെയ്യ് നിങ്ങളെ കാണിച്ചില്ലല്ലോ, കണ്ടോ? ഒറിജിനൽ നറു നെയ്യാണിത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. നെയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. ഇത് ചൂട് ഒന്ന് ചെറിയ ചൂടുണ്ട്, അത് ആറിയിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തു മക്കളെ. എനിക്കൊരു പേരക്കുട്ടിയുണ്ട്. അപ്പോൾ ആ പേരക്കുട്ടിക്കൊക്കെ ഇതുപോലെ കറി, ഞാൻ വയ്ക്കണ കറിയൊക്കെ നോക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കണത് കാണണമെന്നും താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഒന്ന് പതഞ്ഞ് കഴിയുമ്പോൾ മോരൊഴിക്കും. തേങ്ങ പതഞ്ഞു തുടങ്ങി. ഇനി ഞാൻ മോരൊഴിക്കുകയാണ്. മോര് അവരവരുടെ പുളിക്കനുസരിച്ച് കുറച്ചോ കൂട്ടിയോ ചെയ്യാം. ചിലർക്ക് കുറവ് മതി, ചിലർക്ക് കൂടുതൽ വേണം. എനിക്ക് കുറവ് മതി. ഈ ഉപ്പും പുളിയൊക്കെ നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യാം. മധുരം വേണ്ടവർക്ക് മധുരവും ഇടാം. ഇവയൊക്കെ കറികളിലൊക്കെ അങ്ങനെയല്ലേ. ഇതൊന്ന് പതഞ്ഞ് കഴിയുമ്പോൾ ഇറക്കി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിടാം. ഉരുവേ പതഞ്ഞു തുടങ്ങി. ഇതാണ് പാകം. ഓഫ് ചെയ്യാൻ തീയ്. കടുകിട്ട് പൊട്ടി. ഇനി ഉലുവ ഇടാൻ പാടും. ഉലുവ നല്ലോണം വെളിച്ചെണ്ണ കാഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടില്ല, കല്ലിച്ചു പോകും. ഉലുവ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഇടാം. വെറ്റൽമുളക്, കറിവേപ്പില. തീ അല്പം കുറച്ചിട്ട്, ചെറിയ പാത്രം വയ്ക്കുമ്പോൾ തീ അല്പം കുറച്ചിട്ട് വേണം ഇടാൻ. തീ ആളിപ്പടരുത്. ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം കിടന്നാൽ മതി, ആളിപ്പടരും. അപ്പോൾ നമ്മുടെ മോര് കറി റെഡിയായി. ഇനി മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ബ്ലൗസിന് വെട്ടുക. വെട്ടാൻ വരച്ചിട്ടപ്പോൾ ഓർത്തില്ല, ലൈനിങ്ങാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുന്നേ വെട്ടിയെടുത്തിട്ട് ഞാൻ അത് വെച്ചിട്ട് വരച്ചിട്ടിരിക്കുന്നതാണത്. ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കട്ടെ. ഇനി ഇത് ക്രോസ് വെട്ടിയാണ് കേട്ടോ തയ്ക്കുന്നത്. ലൈനിങ് ഇട്ട് തയ്ച്ച് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ കത്രികയ്ക്ക് മുറിച്ച് കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ വരച്ച് ഇട്ടതാണ്. വര ശരിയല്ലായി എനിക്ക് തോന്നി. ഞാൻ വേറെ മാറ്റിയിട്ട് പിന്നെ തയ്ച്ചെടുത്തേട്ടോ. ഇനി തയ്ച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ടേ കാണിച്ച് തരുള്ളൂ. അപ്പം ഞാൻ ഓരോ ഭാഗവും ചെയ്തത് കാണിച്ചു തരുന്നതാണ്. ഇത് ബ്ലൗസിൻ്റെ കൈയാണ്. അത് നമ്മുടെ നെഞ്ചോട് അടുത്ത് പാകുന്ന ഭാഗം ഒരു കുറച്ച് ഞറുക്കി കളഞ്ഞേക്കണതാണ് കേട്ടോ. അത് അല്ലെങ്കിൽ അത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവിടെ വളവളവളാന്നിരിക്കും. ഞൂറി വെച്ചോണമൊക്കെ അത് വൃത്തികേടാണ്. അപ്പോൾ ബ്ലൗസ് തയ്യൽ ഇവിടെ വരെ എത്തിച്ചു. കഴുത്ത് പിടിപ്പിച്ചു. ഇനി അത് ഉള്ളിലേക്ക് മറച്ച് തുന്നി എടുക്കണം. തുന്നലാണല്ലോ കഴുത്തിന് നല്ലത്, അപ്പോഴേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പം കഴുത്തൊക്കെ പിടിപ്പിച്ചു. ഇണ കൊണ്ടുവന്നിരിക്കണത് കാര്യമാക്കണ്ട കേട്ടോ, അത് ഞാനങ്ങനെ വെച്ചേക്കണതാണ്. പിന്നെ കൈ തുന്നാനുണ്ട്, പിന്നെ ഉടൽ കൂട്ടിച്ചേർക്കാനുണ്ട്.
പിന്നെ അടി തുന്നാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. പിന്നെ കുളത്ത് പിടിപ്പിക്കാനുണ്ട്. പടിയൊക്കെ വെച്ചു. ഇത്രയും കാര്യം ഞാൻ ചെയ്തു ഇന്നത്തെ തിരക്ക് പിടിച്ച ഇതിൽ. ഇത് പുറത്ത് തയ്ക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം? നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന തരത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. എനിക്ക് മറ്റുള്ളവർ തയ്ക്കുമ്പോൾ അത്രയും കൂടി യോജിക്കില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടാകും. പിന്നെ ഞാൻ അഴിച്ച് ശരിയാക്കേണ്ടി വരും. സമയക്കുറവുള്ളപ്പോഴൊക്കെ ഞാനിങ്ങനെ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ സാരിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. കോട്ടൺ സാരി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.